വളരെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്നുണ്ട്. പഴയതുപോലെ നരേന്ദ്രമോദി വന്നിറങ്ങിയാൽ അല്ലെങ്കിൽ BJP എന്ന് കേട്ടാലുള്ള കാലമൊന്നുമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി വരുമ്പോൾ എന്തോ പറയാനിരിക്കുന്നു, എന്തൊക്കെ കിട്ടാനിരിക്കുന്നു, ആ ചിന്ത കേരളത്തിലെ സഖാക്കൾക്ക് പോലും ഉണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതായത് ഓരോ തവണ പ്രധാനമന്ത്രി വരുമ്പോഴും നമുക്കെന്ത് കിട്ടും എന്ന് പൊതുജനം ചിന്തിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു ചിന്തയാണ്. ഉറപ്പായും നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്. വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഇത് ആദ്യമായിട്ടല്ല. മുൻപും തുടരെ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് വേണ്ടി റെയിൽവേ വികസനമാകട്ടെ, ദേശീയപാത വികസനമാകട്ടെ ഒക്കെ വരുന്നുണ്ട്. അതൊരു തുടർ പ്രക്രിയയാണ്. ഇത്തവണ വരുമ്പോൾ എന്താണ് മധുരം എന്നറിയാനുള്ള കാത്തിരിപ്പ്. 1800 കോടി രൂപയുടെ വികസന പദ്ധതികൾ അത് പ്രഖ്യാപിക്കുക, അതിന്റെ തറക്കല്ലിടിയിൽ കർമ്മം ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിനകത്ത് നടത്തുകയാണ്. അപ്പോൾ 1800 കോടി എന്ന് പറയുമ്പോൾ മുൻപ് കേരളത്തിൽ നിന്നും 9 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന UPA സർക്കാരിന്റെ കാലത്തൊന്നും ഇല്ലാത്ത വികസന പ്രഖ്യാപനങ്ങൾ, പദ്ധതിയുടെ നടത്തിപ്പ്, അതെല്ലാം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുകയാണ്. എന്തായാലും നമുക്ക് നേവൽ ബേസിലേക്ക് പോകാം. കാരണം അവിടെയാണ് ആദ്യം പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത്. അവിടെ മിഥുൻ അയ്യപ്പൻ നേവൽ ബേസിന് സമീപത്ത് നിന്നും ചേരുകയാണ്. മിഥുൻ, ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തുന്ന ആ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ഡൽഹിയിൽ നിന്നും പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ആദ്യം നെടുമ്പാശ്ശേരിയിലാണല്ലോ എത്തുന്നത്. അത് മുതലുള്ള ഷെഡ്യൂൾ പറയൂ മിഥുൻ. തീർച്ചയായിട്ടും ഗൗതം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ, പ്രധാനമന്ത്രിക്ക് സ്വാഗതമേകാൻ ഇവിടെ കൊച്ചി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആണ് ആദ്യം വിമാനം ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് കൊച്ചി നേവൽ ബേസിലേക്ക് എത്തുന്നത്. അത് ഏതാണ്ട് 12:15 കൊച്ചി നേവൽ ബേസിലേക്ക് അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് കരുതുന്നത്. അവിടെ നിന്ന് റോഡ് മാർഗം ആദ്യം എത്തുന്നത്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തേവര പാലത്തിൻ്റെ ആ സമീപത്ത്, ആ പാലത്തിലൂടെ മറൈൻ ഡ്രൈവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ പാത, സഞ്ചാരപാത അങ്ങനെയാണ്. ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. സുരക്ഷാ സജ്ജീകരണം എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി പലകുറി പരിശോധിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമാണ്. ഒപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുമ്പോൾ BJP-ക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ NDA-ക്കാർ മാത്രമല്ല കാത്തിരിക്കുന്നു. അവരെല്ലാം പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് പാർട്ടിക്കാർ പോലും, നിഷ്പക്ഷരായി ചിന്തിക്കുന്ന മറ്റ് പലരും പോലും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവിനെ നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവർ കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്നു പ്രധാനമന്ത്രി ഈ കൊച്ചിയിലെത്തുന്ന ഈ സന്ദർഭത്തിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ അടുത്തിടെ ഏറ്റവും വിപുലമാക്കപ്പെട്ട, ഏറ്റവും ശാക്തീകരിക്കപ്പെട്ട ഒരു മുന്നണി എന്ന് പറയുന്നത് കേരളത്തിലെ ഏക മുന്നണിയുള്ളത് NDA ആണ്. കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ്. അത് തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇത്തവണയാണ് എന്നുള്ളത് ഏറ്റവും എല്ലാവരും അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വണ്ണം പ്രതിപാദിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവ് അതൊരു നാന്ദി കുറിക്കലാണ്, ഒരു കാഹളമുഴക്കലാണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റമുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഈ മാറാത്തത് മാറുമെന്നുള്ള ഇത്തവണത്തെ സ്ലോഗൻ ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വികസനത്തിന് വേണ്ടി മാറാമെന്നുള്ള രീതിയിലേക്ക് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ് എന്നുള്ളതാണ്. എല്ലാവരും ഇന്ന് ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം. ഇന്ന് ആദ്യ പരിപാടി എന്ന് പറയുന്നത് ധീവരസഭയുടെ സമ്മേളനമാണ്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സമ്മേളനം മറൈൻ ഡ്രൈവിൽ നടക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തീരപ്രദേശമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രബലരായിട്ടുള്ള ആളുകളാണ് ധീവരസഭ എന്ന് പറയുന്നത്. അത്തരത്തിൽ വേറെ സ്വാധീനമുള്ള വിഭാഗമാണ്. അവരെല്ലാം കഴിഞ്ഞ ദിവസം ജനൻ TV-യുടെ പ്രതികരിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞത് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ അവരെ അവഗണിക്കുന്നു, അവരുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരെ അവഗണിക്കുക, അവരെ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ദേശീയ നേതാവ്, ലോകത്തിൻ്റെ തന്നെ ആരാധ്യ പുരുഷനായിട്ടുള്ള, ലോകത്തിൽ തന്നെ പലവിധ ശക്തികൾക്കും സ്വാധീനം ചെലുത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളത് അവർക്കേറെ ഭാഗ്യമാണ്. അവരെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. ഒരു മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു ജനതയെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഭാഗ്യമായും അവർക്കൊരു അംഗീകാരമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ധീവരസഭയുടെ ഈ സമ്മേളനം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശം, കേരള ജനതയ്ക്ക് നൽകുന്ന സന്ദേശം അത് എന്ന് പറയുന്നത് അതൊരു മറ്റൊരു വലിയൊരു സന്ദേശമാണ്, ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം
എത്താൻ പോകുന്നത് NDAയുടെ സമ്മേളനത്തിലാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ Okay. വിവിധ കേന്ദ്ര സർക്കാർ ഓക്കെ പദ്ധതി മിഥുൻ അവിടെ തുടരുക. എന്തായാലും പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മിഥുൻ നിൽക്കുന്ന ആ നേവൽ ബേസിലേക്കാണ്. അവിടെ നിന്നാണ് അദ്ദേഹം കൊച്ചിയിലെ വിവിധ പരിപാടികൾക്കായി പോകുന്നത്. കൃഷ്ണരാജ്, അപ്പം ആദ്യം മിഥുനാണ്, മിഥുന്റെ ക്യാമറയിലേക്കാണ് ആദ്യം. അയ്യപ്പനാണ്. അതെ അതെ അതെ